ഹായ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടാണ്. നമ്മുടെ ഈ സൈഡ് ഇതേപോലത്തെ ഇങ്ങനെ ഫാറ്റിൽ കുറച്ചിങ്ങനെ തള്ളിയൊക്കെ നിൽക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടാണ്. അതിൽ ഫസ്റ്റ് കാല് എനിക്ക് ഇതേപോലെ നന്നായിട്ട് ഉറപ്പിച്ച് ചവിട്ടി നിൽക്കുക കേട്ടോ. എന്നിട്ട് കൈ എനിക്ക് പുറകിൽ കൊടുത്തിട്ട് ഈ അരക്കെട്ടിൻ്റെ ഭാഗം മാത്രം തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ കണ്ടോ. ബാക്കി കാലൊന്ന് ആ സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ നിൽക്കുക, ബോഡി നന്നായിട്ട് നിവർത്തിക്കുക. ഇതേ കണക്ക് ഇങ്ങനെ ചെയ്യുക കേട്ടോ. കൈ ഇതേ കണക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ തോന്നും കൈയൊന്നും താത്തിയിട്ടിട്ട് ചെയ്തുകൂടാ എന്ന് തോന്നുന്നു, പക്ഷേ അത് നടക്കില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ബോഡിക്കൊന്നും സംഭവിക്കുകയൊന്നുമില്ല. അതിനാണ് നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ വെക്കുന്നു, കാലെങ്ങനെ വെക്കുന്നു, കൈ എങ്ങനെ വെക്കുന്നതൊക്കെ നോക്കിയിട്ട് വേണം കറക്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. എങ്കിലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത് സെയിം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ കാല് കുറച്ചൊന്ന് കണ്ടോ, കാല് കുറച്ചൊന്ന് ഉയർത്തി കൊടുക്കാറുണ്ട്. അത് ഉപ്പൂറ്റിയുടെ ഭാഗം കുറച്ചൊന്ന് ഉയർത്തി കൊടുക്കാറുണ്ട് ഒരു കാലിൻ്റെ കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണോ തിരിയുന്ന ആ വശത്തുള്ള കാലിൻ്റെ പുറകിൽ വരുന്ന കാലിനെ ഉയർത്തി കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ അതിനേക്കാളിലും കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റ് കിട്ടും ചെയ്ത് നോക്കുമ്പോൾ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ നമ്മുടെ ബോഡി. നേരത്തെ തിരിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ചെയ്തതിനെക്കാട്ടിൽ നന്നായിട്ട് കുറച്ചുകൂടെ തിരിഞ്ഞ് ഇതേപോലെ കണ്ടോ. കാല് ഇതേ കണക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്ലോ ആയിട്ടോ സ്പീഡിനോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി നല്ല എളുപ്പത്തിന് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ഞാൻ ലാസ്റ്റിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ കൈ ഇതേപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് സൈഡിലേക്ക് കാല് കണക്ക് വയ്ക്കുക. ഇതേ കണക്ക് സൈഡിലേക്ക് കണ്ടോ. ഇത് കണ്ടോ. ഇതേ കണക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കൊടുക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ നമ്മുടെ കൈയുടെ ഇവിടുന്ന് ഈ നടുവിൻ്റെ ഭാഗം വരെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ വലിവുണ്ടാവും. ഓക്കെ, അത് ഇതേപോലെ ചെയ്യട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചൂസാക്കിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കാലിലേക്ക് ഏതെങ്കിലും ടച്ച് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കേട്ടോ. ഇങ്ങനെ നിന്നിട്ടും ചെയ്യാം. ഇതിനെക്കാട്ടും കുറച്ചുകൂടെ നിൽക്കും കംഫർട്ടും കുറച്ചുകൂടെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കണ്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കാലിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് ഇട്ട് നിങ്ങൾക്ക് ഇതാണ് കണ്ടോ. ഏകദേശം ഒരു മുട്ടിൻ്റെ അവിടം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. മുട്ടിൻ്റെ അവിടം വരെയൊക്കെ നമ്മളൊന്ന് ചെരിയുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒന്ന് കാലിലേക്ക് സപ്പോർട്ട് ഇപ്പോൾ തീരെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ചെയ്യേണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ചെയ്യും തോറുമാണ് നമുക്ക് ശരിക്കും പ്രാക്ടീസ് ആവുന്നത്, നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ചിട്ടൊന്നും ആരും ചെയ്യാതുകൊണ്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നേരത്തെ നമ്മൾ തലയുടെ പുറകിൽ കൈ വെച്ചില്ലേ, അതിന് പകരം അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മറ്റേതിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഈസിയായിട്ട് നിങ്ങൾക്ക് തോന്നും ചിലർക്ക് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. എങ്കിലും ഞാൻ ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ഈ ഒരു വർക്കൗട്ടാണ് കേട്ടോ. അതായത് കാല് ശ്രദ്ധിക്കുക കണ്ടോ. മുട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, മുൻവശത്തെ മുട്ടൊന്ന് മടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിത് ഉപ്പൂറ്റി കണ്ടോ ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഈസിയായിട്ട് നമുക്കിങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയാൻ പറ്റും, നല്ല രീതിയിൽ തിരിയാൻ പറ്റും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് കൈ ഒന്ന് വിരിച്ച് വെച്ചിട്ട് രണ്ട് വശത്തേക്കും വിരിച്ച് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ തിരിഞ്ഞേക്കാട്ടിലും കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം നന്നായിട്ട് തിരിഞ്ഞ് വരും കണ്ടോ. ഇത്രത്തോളം നമ്മൾ തിരിഞ്ഞ്, അതായത് നമ്മുടെ ഒരു കൈ അങ്ങ് പുറകിലും പോവും കണ്ടോ. രണ്ട് വശത്തേക്കല്ല, അപ്പോൾ ഒരു കൈ പുറകിലേക്കാണ് വരൽ, ഒരു കൈ ഫ്രണ്ടിലേക്ക് വരും കണ്ടോ. അത്രത്തോളം നമ്മളെ ബോഡി ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തു പോകട്ടോ. ഇത് ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എങ്ങനെയാണ് കാൽ വെക്കുന്നത്, എങ്ങനെ എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. തെറ്റൊരിക്കലും ചെയ്ത് വെക്കില്ല കേട്ടോ. ഈ കാല് തിരിയുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. സ്ലോവിനോട്ട് സ്ലോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സ്പീഡിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിന് ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ ഇതേ കണക്ക് ഇങ്ങനെ കണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ചിലർക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന വർക്കൗട്ടുകളെടുത്ത് ചെയ്യാം കേട്ടോ. ഇതും നമ്മുടെ ഈ സൈഡ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തിനുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ അരക്കെട്ടിൻ്റെ ഭാഗത്തിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൽ കാലനക്കുന്നുണ്ട്, കൈ അനക്കുന്നുണ്ട്, മുട്ട് മടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്കിത് കിട്ടും. ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ കംഫർട്ടായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ചുവരുമേൽ ഒന്ന് പിടിക്കുക കേട്ടോ. നമുക്ക് ചുവര് എല്ലാവർക്കും ചുവരുള്ളതാണല്ലോ, പിന്നെ വളരെ ഈസിയാണ്. ചുവരുമേൽ നന്നായിട്ട് കൈ ഉറപ്പിച്ച് പിടിക്കുക. എന്നിട്ട് മുട്ടം തട്ടാത്ത രീതിയിൽ കുറച്ചിങ്ങനെ മാറി നിൽക്കുക. എന്നിട്ട് നന്നായിട്ട് ടേൺ നല്ല ഇത്രത്തോളം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കുന്നുണ്ടാകും. ഇത്രത്തോളം ടേൺ ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെ. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇത് വളരെ നല്ല അരക്കെട്ടിന് ഏറ്റവും നല്ല ഒരു വർക്കൗട്ടാണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണിത്. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും ഒരു 20-30 വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ചൂസാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. എല്ലാ ദിവസവും ചെയ്തോളൂ. ഇതിങ്ങനെ കുറയുന്നില്ല അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളങ്ങ് ചെയ്ത് പോയിക്കോളൂ. റിസൾട്ട് നിങ്ങൾക്ക് പുറകിനെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.